Good morning, friends. ഞങ്ങൾ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ചാപ്റ്റർ 8 പ്രിപ്പറേഷൻ ഓഫ് ദ റിസർച്ച് റിപ്പോർട്ടാണ്. ആദ്യം മീനിങ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. A research report is an oral presentation and/or a written statement that has the purpose of communicating research findings, recommendations for courses of action, other findings to management or other specific audiences. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഓറൽ ഓർ റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ റിസർച്ചിൽ കൂടെ ഒരു റിസർച്ചർ കണ്ടുപിടിക്കുന്ന ഫൈൻഡിങ്സും അതുപോലെ റെക്കമെൻഡേഷൻസും ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു റിട്ടൺ ഓർ ഓറൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. A research report is a presentation of the research findings in the form of a report and it is necessary part of the research process. Reporting is the end product of the research work. റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും നെസസറി ആയിട്ടുള്ളൊരു പാർട്ട് ആണ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നത്. ഒരു റിസർച്ചറുടെ റിസർച്ച് വർക്കിൻ്റെ എൻഡ് പ്രൊഡക്റ്റിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. The functions of research report. It serves as a means to place the problem, data analysis, findings and conclusions in an organized and permanent form. ഒരു റിസർച്ചറിൻ്റെ പ്രോബ്ലം അതിൻ്റെ ഡാറ്റ അനാലിസിസും ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു പെർമനൻറ്റ് ഫോമിലേക്ക് മാറ്റാനാണെങ്കിൽ അതാണ് റിസർച്ച് റിപ്പോർട്ട്. The research report helps to know the quality of the work done by the researcher. ഒരു റിസർച്ചർ ഡൺ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി റിസർച്ച് റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട്. The report helps the policy makers to take appropriate action and policy. ഡിസിഷൻ മേക്കേഴ്സിന് അവർക്ക് ഭാവിയിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷനും അല്ലെങ്കിൽ പോളിസിയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് reporting. The report helps the researcher to communicate the problem, the method, facts, the conclusions and their interrelationship. ഒരു റിസർച്ച് റിപ്പോർട്ട് മുഖേന റിസർച്ചർ മറ്റുള്ളവർക്ക് ആ പ്രോബ്ലത്തിനെ കുറിച്ചും ആ റിസർച്ചിൻ്റെ മെത്തേഡിനെ കുറിച്ചും അതിൻ്റെ ഫാക്ട്സ്, കൺക്ലൂഷൻ, ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. It helps the researcher to evaluate the success of his effort. റിസർച്ചർക്ക് അയാളുടെ എഫേർട്ട് വിലയിരുത്താൻ റിസർച്ച് റിപ്പോർട്ട് കൊണ്ട് സാധിക്കും. The report reveals the research ability of the researcher. ഒരു റിസർച്ചറുടെ റിസർച്ച് എബിലിറ്റീനെ തുറന്ന് കാണിക്കുന്ന ഒന്നാണ് റിസർച്ച് റിപ്പോർട്ട്. The report is very much useful to the policy makers and administrators for taking decisions and policies. ആ റിപ്പോർട്ട് പോളിസി മേക്കേഴ്സിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്രോപ്രിയേറ്റ് ആയ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. റിസർച്ചിൽ പ്രധാനമായും 2 ടൈപ്പാണ് വരുന്നത്, ഓറൽ റിപ്പോർട്ടും റിട്ടൺ റിപ്പോർട്ടും. ഓറൽ റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് ഈസ് പ്രസൻറ്റഡ് ബൈ യൂസിങ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓഡിയൻസുമായി ഓറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ റിട്ടൺ റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് ആർ ഇൻ റിട്ടൺ ഫോം. റിസർച്ചിൽ എഴുതി തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് റിട്ടൺ റിപ്പോർട്ട്. ഇതിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പോപ്പുലർ റിപ്പോർട്ട്. It is a report prepared for a layman or common man who are not interested in the technical element of the study. ഒരു സാധാരണക്കാരൻ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. അയാൾക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ എലമെൻറ്റിലും ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. അടുത്തത് ടെക്നിക്കൽ റിപ്പോർട്ട്. ടെക്നിക്കൽ റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ specialists who are interested in understanding the technical aspects, research methodology and research findings. ടെക്നിക്കൽ റിപ്പോർട്ട് ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ്. സ്പെഷ്യലിസ്റ്റ് ആണ് ടെക്നിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റിസർച്ച് ഫൈൻഡിങ്സിൻ്റെയും റിസർച്ച് മെത്തഡോളജിയുടെയും ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്.
അടുത്തത് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ. ദിസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ എക്സിക്യൂട്ടീവ് ഓർ fellow researcher. For fellow researcher, it is interested for taking decisions. അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയും എക്സിക്യൂട്ടീവ്സിൻ്റെയും ഫെല്ലോ റിസർച്ചേഴ്സിൻ്റെയും യൂസിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. Format of a research method. The research report consists 3 methods. 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ദി പ്രിലിമിനറീസ്, സെക്കൻഡ് ദി ടെക്സ്റ്റ്, തേർഡ് ദി റെഫറൻസ് മെറ്റീരിയൽ. ഫസ്റ്റ് പോയിന്റ് പ്രിലിമിനറീസ്. പ്രിലിമിനറീസ് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യത്തിന് പറയുന്നതാണ് പ്രിലിമിനറീസ്. ആദ്യത്തെ ഫസ്റ്റ് പോയിൻ്റാണ് ടൈറ്റിൽ പേജ്. ടൈറ്റിൽ പേജ് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ റിസർച്ച് നെയിം, റിസർച്ച് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്, അത് ആരാണ് നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ പേജ്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റർ. ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റർ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കമ്പനിയിലായിട്ട് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ കോളേജിൽ നിന്ന് നടത്തുന്നതാണെങ്കിൽ കോളേജിൻ്റെ ഉണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കറ്റിന് പറയുന്നതാണ് ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റർ ഉദ്ദേശിച്ചത്. തേർഡ് വൺ എക്നോളജ്മെൻറ്റ്. എക്നോളജ്മെൻറ്റ് പറയുകയാണെങ്കിൽ താങ്ക് പറയാൻ കൊണ്ടാണ് എക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ലെറ്റർ ഓഫ് ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ പറഞ്ഞാൽ ഡിക്ലറേഷൻ ആണ്. അതായത് സത്യസന്ധമായ റിസർച്ച് നടത്തുന്നതിന് ഡിക്ലറേഷൻ ഒരു പാരഗ്രാഫ് എഴുതി കൊടുക്കുന്നതാണ് ലെറ്റർ ഓഫ് ഓതൻറ്റിക്കേഷൻ. നെക്സ്റ്റ് വൺ ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അത് ഒരു റിസർച്ച് കണ്ടൻറ്റാണ്. ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗർ ഓഫ് ഇല്ലസ്ട്രേഷൻ പറഞ്ഞാൽ പാരഗ്രാഫോ ടേബിൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗർ ഓഫ് ഇല്ലസ്ട്രേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റാണ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് പറഞ്ഞാൽ റിസർച്ചിൻ്റെ മെയിൻ പാർട്ടാണ് ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ പറഞ്ഞാൽ ഓവർവ്യൂ ആണ് അബ്സ്ട്രാക്ഷൻ. സെക്കൻഡ് വൺ ഇൻട്രൊഡക്ഷൻ. തേർഡ് വൺ റിസർച്ച് പ്രൊസീജിയർ. റിസർച്ച് പ്രൊസീജിയർ പറഞ്ഞാൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, എത്ര സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, എല്ലാം പ്രൊസീജിയർ ചെയ്യും. തേർഡ് പോയിന്റ് ദി റെഫറൻസ് മെറ്റീരിയൽ. അതിൽ ഫസ്റ്റ് വൺ ബിബ്ലിയോഗ്രാഫി. ബിബ്ലിയോഗ്രാഫി പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, റെഫറൻസ് മെറ്റീരിയൽ ചെയ്യുന്നത് എന്നാണ്. നെക്സ്റ്റ് വൺ അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് പറഞ്ഞാൽ ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്ത എന്ത് ടൂളാണ് അത് അപ്പൻഡിക്സിൽ കൊടുക്കുന്നതാണ്. ലാസ്റ്റ് വൺ ഇൻഡെക്സ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ടേബിൾ ആണ്. ഇതിൽ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കുറേ ഗ്രാഫും ടേബിൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗ്രാഫും ടേബിൾസൊക്കെ ഏത് പേജിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ലിസ്റ്റ് ഓഫ് ടേബിളും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സും. ഇതൊക്കെയാണ് പ്രിലിമിനറീസിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ദി ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൻ്റെ ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗമാണ് അതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയാം. ടെക്സ്റ്റിലെ മറ്റൊരു ഭാഗമാണ് അബ്സ്ട്രാക്റ്റ് എന്നത്. അതായത് ഒരു മൊത്തം പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ആ റിസർച്ചിൽ ഉള്ളത് എന്ന ഒരു മൊത്തമായിട്ടുള്ള. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ. The body of the report consists of the bulk of the report. It begins with an introduction. The nature of the problem and why it is of interest should be conveyed in the opening paragraphs. This section should describe clearly but briefly the background information on the problem, what has been done before and the objectives of the current project. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ പറ്റിയാണ് റിസർച്ച് നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് റിസർച്ച് നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് റിസർച്ച് പ്രൊസീജിയർ. The second part of the body explains the research procedure. The methodology describes what was actually done,
The reader is interested to know how the study was carried out. നമ്മുടെ മെത്തഡോളജി എന്താണ് ആക്ച്വലി ഡൺ ചെയ്തത്, നമ്മുടെ റിസർച്ച് എന്താണ് ആക്ച്വലി ഡൺ ചെയ്തത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് റിസർച്ച് പ്രൊസീജിയർ. ഒരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ആ സ്റ്റഡി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് റിസർച്ച് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസൾട്ട്സ്. In this section, relevant data, observations and findings are summarized. Tabulation of data, equations, charts and figures can be used effectively to present results clearly and concisely. നമ്മൾ റിസർച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആ ഒരു ഫൈൻഡിങ്സിനെയാണ് നമ്മൾ ഈ റിസൾട്ട്സിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കഷൻ. The cruise of the report is the analysis and the interpretation of the results. What do the results mean? How do they relate to the objectives of the project? To what extent have they resolved the problem? Because the results and discussion sections are interrelated, they can often be combined as one sections. ഡിസ്കഷനിൽ വരുന്നത് നമ്മളുടെ സജഷൻസ് എന്തൊക്കെയാണ് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കഷൻ എന്ന ടോപ്പിക്കിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺക്ലൂഷൻസ് ആൻഡ് സമ്മറി. എ സെപ്പറേറ്റ് സെക്ഷൻ ഔട്ട്ലൈനിങ് ദ മെയിൻ കൺക്ലൂഷൻസ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഇഫ് കൺക്ലൂഷൻസ് ഹാവ് നോട്ട് ഓൾറെഡി ബീൻ സ്റ്റേറ്റഡ് ഇൻ ദ ഡിസ്കഷൻ സെക്ഷൻ. ഡയറക്ഷൻസ് ഫോർ ഫ്യൂച്ചർ വർക്ക് ആർ ആൾസോ സ്യൂട്ടബിളി എക്സ്പ്രസ്ഡ് ഹിയർ. നമ്മൾ ആ റിസർച്ചിനെ കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റെഫറൻസ്. Literature references should be collated at the end of the report. All references should be checked against the original literature. നമ്മൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഈ റെഫറൻസിൽ ഉണ്ടാവുക. താങ്ക് യു.